ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും കാണണം, ആരും കാണാതിരിക്കരുത്. ഇന്ന് നമ്മുടെ ചുണ്ടുകൾക്ക് എങ്ങനെ നിറം കൂട്ടാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇന്ന് ഇടുന്നത്. അത് 3-4 ഇതായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. 3-5 ടിപ്പുണ്ട്, അത് നമുക്ക് ചെയ്ത് കാണിക്കാം. നമുക്ക് ചുണ്ടിന് നിറം കൂട്ടാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ്. ഇത് പഞ്ചസാര പൊടിച്ചത് വേണേൽ നാരങ്ങ നീരോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ തൈരോ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ നാരങ്ങ എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഒരു തുള്ളി നാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഒരുപാട് ചേർക്കരുത്, ഒരു തുള്ളി ചേർക്കാവും. ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുമായിരുന്നു, ഉണങ്ങി. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഒരു 2-3 തുള്ളി തേന്. ഇത് നമുക്ക് മിക്സ് ആക്കാമേ. ഈ നാരങ്ങ നീരിന് പകരം നമുക്ക് തൈര് ഉപയോഗിക്കാം കേട്ടോ. ഏത് വേണേൽ ഉപയോഗിക്കാം. അതേ ഇഷ്ടമുള്ള ഉപയോഗിച്ചു. പക്ഷേ നാരങ്ങ നീരും നല്ല എഫക്റ്റ് തരുന്ന സാധനമാണ്. 2 കൂടെ മിക്സ് ആക്കിയേ, 3 കൂടെ മിക്സ് ആക്കിയേ. ഇത് നമുക്കിനി ചുണ്ടത്തത് തേച്ച് സ്ക്രബ് ചെയ്യാം. ആദ്യം സ്ക്രബാണേ. നമ്മളിത് സ്ക്രബ് ചെയ്യുമ്പോഴേ നമ്മുടെ ചുണ്ടിലുള്ള ഡെഡ് സ്കിന്നെല്ലാം മാറി നല്ല സ്കിന്ന് വരികയും ചെയ്യും. അതുതന്നെയല്ല നല്ല ചുണ്ടിന് നല്ല ചുമപ്പ് നിറം വരും. അത് ആഴ്ചയിലൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വരും. ഒരാഴ്ച കൊണ്ട് നല്ല കളർ കിട്ടും നമ്മളുടെ ചുണ്ടിന്. ഇത് സ്ക്രബ് ചെയ്യുവാണേ. ആദ്യം ഈ ചുണ്ടത്തോട്ട് ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്യണം. ഒരുപാട് കട്ടിക്ക് ഉരസരുത്. ഈ ചുണ്ടിൻ്റെ സ്കിന്നിന് അധികം കട്ടിയില്ല. അതിൻ്റെ സ്കിന്നിലെ തൊലിക്ക് തീരെ ഇതില്ലാത്ത നൈസായിട്ടിരിക്കുന്നതിൻ്റെ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് സ്ക്രബ് ചെയ്താൽ മതിയേ. അത് തന്നെ ഈ പഞ്ചസാര നമ്മൾ അങ്ങനെ തന്നെ വെച്ച് ചെയ്യരുത്. ഇത് പൊടിക്കണം. ഞാൻ പൊടിച്ചതാണ്. ഇത് പൊടിച്ചെടുത്തേക്കുന്നത്. ഒരു 3-4 മിനിറ്റ് നേരെ ഇതിങ്ങനെ സ്ക്രബ് ചെയ്യണം. ഒരുപാട് കട്ടിക്ക് ഉരസുകയും ചെയ്യരുത്. നല്ല റിസൾട്ട് തരുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഇത് നല്ല മധുരം പുളിയുണ്ട്. ഇത് ഇങ്ങനെ ഞൊണയാൻ തോന്നുന്നുണ്ട്. നല്ല മധുരവും പുളിയും പഞ്ചസാരയല്ലേ. നിങ്ങളിത് ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടുന്നതാണേ. ഇത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് തുടച്ച് മാറ്റാമേ. ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ചെയ്താൽ മതി. ഒത്തിരി പ്രസ് ചെയ്യരുത്. ഇത് നമുക്ക് തുടച്ച് മാറ്റാം. പഞ്ചസാര പൊടിച്ചേ ചെയ്യാവേ, അല്ലാതെ ചെയ്യരുത്. ഇനി നമുക്കൊരു പാക്ക് പോലെ ഇടാമേ. അതിനുള്ള സാധനം ഞാൻ പറയാം. ചിലർ പറയും വെളുത്തവർക്കൊക്കെ നല്ല കളറുള്ള ചുണ്ട് കിട്ടുമെന്ന്, ആ ചുണ്ടായിരിക്കും എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നുമില്ല. വെളുത്തവർക്ക് എത്രയോ പേർക്ക് കളറ് കുറഞ്ഞ ചുണ്ടുള്ളവരുണ്ട്. നമ്മുടെ നിറം കുറഞ്ഞവർക്ക് എത്രയോ പേർക്ക് നല്ല കളറുള്ള ചുണ്ട് കിട്ടുന്നവരുണ്ട്. അതൊക്കെ ഓരോ ശരീരത്തിൻ്റെ ഓരോ ശരീരപ്രകൃതി ഇതനുസരിച്ചാണ്, സ്കിന്നിൻ്റെ ഓരോ ഇതനുസരിച്ചാണ് കിട്ടുന്നത്. അതിലൊന്നും കാര്യമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. നല്ല കളറ് തന്നെ കിട്ടും. എൻ്റെ ഈ ചാനലിനകത്ത് ഒരുപാട് ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ എനിക്ക് സബ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൺകുട്ടികൾ. അവർക്കും വേണേൽ ചെയ്യാം കേട്ടോ മക്കളെ. നിങ്ങളും ചെയ്തു. നിങ്ങളും സുന്ദരന്മാരാകണ്ടായോ. നിങ്ങളുടെ ചിറിയൊക്കെ ചുമന്നിരിക്കണ്ടായോ. കല്യാണമൊക്കെ ആകുമ്പോഴത്തേന് നിങ്ങളൊക്കെ ഫേഷ്യൽ ചെയ്യുക എന്തായാലും. ആ സമയമാകുമ്പോഴത്തേന് ചിറിയൊക്കെ നല്ല ചുമന്നിരിക്കും. നിങ്ങളും ചെയ്തു. നിങ്ങളെ ഞാൻ ഒഴിവാക്കുന്നില്ല. നിങ്ങൾക്കൂടെ വേണ്ടി കാണാനായിട്ട്. എനിക്ക് ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ വീഡിയോ കാണുന്നുമുണ്ട്. എല്ലാവരും ഒക്കെ ചെയ്ത് ചെയ്യുക കേട്ടോ. എല്ലാവരും പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളും ചെയ്തു. നല്ലതാണ്. ഇത് നല്ല റിസൾട്ട് കിട്ടും. പാക്കിടാമേ. ഞാൻ അതിനെടുത്തേക്കുന്നത് ഇച്ചിരി തൈര്, ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി എടുത്തേക്കുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കാമേ.
എന്നിട്ട് നമുക്ക് ചെറിയലാണെങ്കിൽ തൂത്ത് ശകല നേരം ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് തുടച്ച് കളയാം. ഇനി നമുക്ക് പാക്കിടാമേ. ഇത് ചുണ്ടത്ത് തൂത്ത് വെക്കാം ഒരു 5 മിനിറ്റ് നേരത്തെ. ഇത് തൂത്തേ ഒരു 5 മിനിറ്റ് നേരം ഇതിരിക്കട്ടെ. ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്താൽ മതിയേ. ഇത് തുടയ്ക്കാമേ നമുക്ക്. കൊച്ചു പിള്ളേർ ചോക്കോബാർ തിന്ന പറ്റിക്കുന്നില്ലയോ. തുടയ്ക്കാമേ. ഇതിൻ്റെ ഇത് കഴിയും. ഒരു 3-4 മിനിറ്റ് ആയി. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല റിസൾട്ട് കിട്ടുന്നത്. നല്ല റിസൾട്ട് കിട്ടും. ഒരാഴ്ച കൊണ്ട് നല്ല കളർ വെക്കും. ഒരാഴ്ച കൊണ്ട് നിങ്ങളത് ചെയ്ത് നോക്ക്. ഇനിയും നമുക്ക് ഇത് ചുണ്ടത്തിട്ട് രാത്രി കിടക്കാൻ നേരത്തെ ഇട്ടിടാനുള്ള ഒരു ഇതുകൂടെ ടിപ്പൂടെ കാണിക്കാമേ. ഇത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഞാൻ മിക്സിയിൽ ജാറിലിട്ട് അടിച്ച് അതിൻ്റെ നീരെടുത്തേക്കുവാണ്. ഇത് നമുക്ക് ഒരു ലിപ്സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കാം. ഇത് എന്നിട്ട് ഈ നീര് വറ്റിച്ച് എടുക്കാൻ പോവുക. അത് എന്നിട്ട് രാത്രി നമുക്ക് ഞാനത് പറഞ്ഞു തരാം. ഇത് എന്നിട്ട് ഞാനിത് അടുപ്പത്തോട്ട് വെച്ചേ. ഇത് കുറച്ചേറെ അതിൻ്റെ വെള്ളം വറ്റട്ടെ. ഇത് നമുക്ക് എന്നിട്ട് വറ്റിക്കഴിയുമ്പോൾ നമുക്കൊരു ഇതുപോലെ ആക്കാം. അത് ഒരു 3 ബീട്രൂട്ട് എടുത്തതാണ് ഞാനിത്. ഇത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ നീരെടുത്തതാണ്. ഇത് 3 ബീട്രൂട്ടിൻ്റെ ഇത് ആവശ്യത്തിനനുസരിച്ച് വെള്ളമയം പോലെ അല്ല. ഇത് കുറച്ച് പറ്റിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യാം. ഞാനത് കുറച്ചേറെ പറ്റിച്ചെടുത്തിട്ട് ലിപ്സ്റ്റിക്ക് പോലെ ആക്കാനായിട്ടുള്ള പരിപാടിയാണ് ഇത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഇത്. ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഇനി ഇത് ഫ്രീസറിൽ വെക്കേണ്ടതാണ്. ഇത് വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ടേ. ഇനി ഇതിലോട്ട് ഇച്ചിരി നെയ്യ് വേണേ ഒഴിക്കുന്നത്. നെയ്യ് ഒഴിച്ചേ ഒന്ന് മിക്സ് ആക്കാം. വറ്റി ഇത്രയേ ഉള്ളൂ. ഇതിന് നമ്മൾ ആറിയതിന് ശേഷം വല്ല ചെറിയ ടിന്നിനകത്തെല്ലാം ആക്കി ഫ്രീസറിൽ വെക്കണം. ഇതിന് ഫ്രീസറിൽ വെച്ചിട്ട് ഇതിനിപ്പം നല്ല ഇതായിട്ട് കിട്ടും. അത് റെഡിയായേ. ഇതിന് നമ്മൾ ചെറിയൊരു ഇതുപോലുള്ള ടിന്നിനകത്ത് നമ്മൾ ഒഴിച്ച് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ആ വെള്ളം അത് ഇച്ചിരി കട്ട പോലെ ആകുമല്ലോ. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാൻ നേരത്തെ ചെറുതായിട്ടെടുത്ത് തൂത്താൽ മതി. ഈ നല്ല കളറ് കിട്ടും. എന്നിട്ട് ഇതുപോലുള്ള ടിന്നിൽ ചെറിയ ടിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിനകത്തിൽ ഇതുപോലെ ഒഴിച്ച് നമ്മളെ ഫ്രീസറിൽ വെച്ചാൽ മതി. വേണ്ടേ? നല്ല കളർ വന്നിട്ടില്ല. കണ്ടോ? നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ ഇതിച്ചിരി തൂത്തിട്ട് കിടക്കണം. ദിവസവും തൂത്ത് കിടന്നാൽ മതി. എന്നിട്ട് രാവിലെ ആകുമ്പോൾ നമുക്കങ്ങ് കഴുകി കളഞ്ഞാൽ മതി. അപ്പം ഒരാഴ്ച കൊണ്ട് നമ്മുടെ ചിറിയുടെ നല്ല നിറം കിട്ടും. അത് രാത്രിയിലാകുമ്പോൾ നമ്മൾ പിന്നൊന്നും ചെയ്യുന്നൊന്നുമില്ലല്ലോ. അതേ ഒരേ കിടക്കില്ല. രാവിലെ ആകുമ്പോൾ അത് കഴുകി കളഞ്ഞാൽ മതി. ഒരാഴ്ച കൊണ്ട് നല്ല നിറം കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതുപോലെ ഇതുപോലെ തൂത്ത് കിടന്നാൽ മതി. ഇപ്പം നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ചുകൂടെ കട്ടിയാകുമ്പോൾ നമുക്കത് ഒന്നുകൂടെ ശരിക്കും പിടിക്കും. എന്നിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതി. നല്ല റിസൾട്ട് കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.